വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചെന്നൈ ട്രിപ്പിന്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വീഡിയോ, അതായത് പാർട്ട് 1 വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കണ്ടേക്കട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടായിരുന്നു, ഞങ്ങൾ ടി നഗറിലെ ശരവണ സ്റ്റോറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള രംഗനാഥ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾ ഇതേ പതുക്കെ ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ആ ഒരു ഷോപ്സിലും കാര്യത്തിലും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. പറ്റുന്നിടത്തോളം മുന്നോട്ട് നടന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കാരണം രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ടെക്സ്റ്റൈൽസ്, അതുപോലെ ടെക്സ്റ്റൈൽസ് മാത്രമല്ല സൈഡിൽ നമ്മുടെ സ്ട്രീറ്റിലായിട്ടും കുറേ ഡ്രസ്സിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ ഷോപ്പുകളായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ജ്വല്ലറീസ്, ഫുഡ് വെയേഴ്സ്, ബാഗ്സ്, അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചു ഈ ഒരു കാഴ്ചകളൊക്കെ അങ്ങ് അറ്റം വരെ, അങ്ങ് അറ്റം ഒരുപാട് ദൂരെ പോകേണ്ട, കാരണം നമുക്ക് സമയം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു സമയത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റുന്നിടത്തോളം മുന്നോട്ട് കുറച്ചു ദൂരം പോയി കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന വഴിക്ക് നമ്മളെ ബഡ്ജറ്റിൽ ഒക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാം എന്ന് മാത്രം പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഈ നടക്കുന്നത്. ഞങ്ങൾ ഈ സ്ട്രീറ്റിൻ്റെ ഒരു സ്ട്രെയിറ്റ് റോഡ് എൻഡ് വരെ കുറച്ച് ദൂരം പോയി കേട്ടോ. പിന്നെ സൈഡിലുമായിട്ട് കുറേ വഴികളും അവിടെ എല്ലാം ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ കയറിയ ഷോപ്പാണ് ജയചന്ദ്രൻ കേട്ടോ. അപ്പോൾ കയറിയ പാടെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് കുറേ ഡ്രസ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സൈസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം തപ്പി അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് മീഡിയം സൈസിലാണ് കേട്ടോ ഞാൻ നോക്കി വന്നത്. അപ്പോൾ മീഡിയം സൈസിൻ്റെയൊക്കെ കുറച്ച് കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഒരുപാട് എക്സലും ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ അങ്ങനത്തെ സൈസൊക്കെ ആയിരുന്നു ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നത്. അവസാനത്തെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനിത് വാങ്ങിച്ചു കേട്ടോ. അതുകൂടാതെ ഈ ഒരു സ്ട്രെയിറ്റ് കുർത്തയും ഈ ഒരു കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേ സെയിം മെറ്റീരിയലിൻ്റെ തന്നെ, അതായത് ഈ സെയിം കുർത്തയുടെ തന്നെ വേറൊരു കളറും കൂടി മേടിക്കണോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ ഞാൻ കുറേ നേരം വെച്ചൊക്കെ ഇങ്ങനെ നോക്കി. ആ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവസാനം ഞാൻ വിചാരിച്ചു അത് വേണ്ട, ഈ ഒരു ഡ്രസ്സും ഈ ഒരു ടോപ്പും മാത്രം മതി എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചു. ഇത് കൂടാതെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 ടോപ്സ്, കാരണം അമ്മയുടെയൊക്കെ സൈസിൽ, കാരണം വലിയ സൈസുകളിൽ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ കയറിയത് ഈ ഒരു ജ്വല്ലറിയിലാണ് കേട്ടോ. അപ്പോൾ ആ ജ്വല്ലറിയിൽ നമ്മുടെ ബാഗ്സ്, നമ്മുടെ കയ്യിലിരിക്കുന്ന കവറൊന്നും ഡയറക്റ്റ് കൊണ്ട് കയറാൻ പറ്റത്തില്ല. അവർ ഇതുപോലെ ഒരു സഞ്ചി തരും. ആ സഞ്ചിയിൽ ഇട്ടിട്ട് കെട്ടിത്തരും. ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ബാണ്ടക്കെട്ട് പോലെ തൂക്കിക്കൊണ്ട് നടക്കണം കേട്ടോ. ഈ ഷോപ്പിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി ഗൈസ് എന്ന് പറയുന്നതാണ് കേട്ടോ ശരി. കാരണം ഒരുപാട് നമ്മൾ കയറുമ്പോൾ തന്നെ വലത് സൈഡിലായിട്ട് നമ്മുടെ ഇയർ റിങ്സിൻ്റെ വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ചെറുതും വലുതും, വെസ്റ്റേൺ, ട്രഡീഷണൽ, ഏത് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല. ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും കേട്ടോ. അപ്പോൾ വിലയും വളരെ കുറവായിരുന്നു. അപ്പോൾ കമ്മൽ മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത്. ഇതേ സൈഡിലായിട്ട് നമ്മുടെ വെഡ്ഡിങ് പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ജ്വല്ലേഴ്സൊക്കെ ഒരുപാടുണ്ടായിരുന്നു. അപ്പം ഓരോന്നിൻ്റെയും വില വെറുതെ ഞങ്ങളിങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിലയും വളരെ കുറവായിരുന്നു കേട്ടോ. ഇപ്പോൾ അതേ സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പുമായിട്ടുണ്ട്. ഷാരോണൊക്കെ അത്യാവശ്യം നല്ല പോലെ ടയേർഡായി. അതിൻ്റെ ഒരു ക്യാരക്ടർ ചേഞ്ചൊക്കെ മോക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് അടുത്ത ഷോപ്പിലേക്ക്, അതായത് റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കൂടി ഒന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. കാണാൻ കണ്ണിന് ഒരുപാട് കുളിർമ തോന്നുന്ന രീതിയിൽ, കാരണം ഒരുപാട് കളേഴ്സും കാര്യങ്ങളും അല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു ഹെയറിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണല്ലോ. അപ്പോൾ ഇതിന് ഞാൻ കുറച്ച് നാൾ മുന്നേ ആയിട്ട് ഓൺലൈനിൽ നിന്ന് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു യെല്ലോ. പക്ഷേ അതിൻ്റെ 4-1 വില പോലും ഇവിടെ ഇല്ല കേട്ടോ. അത്രയ്ക്കും വിലക്കുറവായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് വളകളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പം ആ ഒരു സ്റ്റോറിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു കേട്ടോ ഈ വളകളുടെ സെക്ഷൻ. കാരണം അത് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. കാരണം ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ, വെറൈറ്റി കളേഴ്സ്, അതിനിങ്ങനെ മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയത് വെഡ്ഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഫാമിലിയോട് കൂടി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫാമിലിയിലുള്ള പെൺപിള്ളേർക്ക് വേണ്ടുന്ന A to Z കാര്യങ്ങൾ എല്ലാം, അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന കളേഴ്സിലെ എല്ലാ ഐറ്റംസും ഈ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. അതും കുറഞ്ഞ വിലയ്ക്ക് കേട്ടോ. പിന്നെ ഇവിടെ വരെ വരുന്ന യാത്രാ ചിലവ്, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു ആ ഒരു സിറ്റുവേഷനിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഷാരോൺ പിന്നെ വയലൻ്റ് ആയി തുടങ്ങിയെന്ന് പറയുന്നതാണ് കേട്ടോ ശരി. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഹോട്ടൽ അർച്ചനയിലോട്ടാണ് കേട്ടോ. ഒരു വെജ്
വെജ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ സരിത ഫാമിലിയൊക്കെ എപ്പോഴും ഇവിടെ വന്നാലും ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സരിതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മീൽ ഓർഡർ ചെയ്തത്. പിന്നെ ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത് കൂടാതെ തന്നെ നൂഡിൽസും വാങ്ങിച്ചു. പിന്നെ ഒരു മഷ്റൂം ഫ്രൈഡ് റൈസും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. പക്ഷേ നൂഡിൽസ് ഞങ്ങളെ പറ്റിച്ചു കേട്ടോ, ഭയങ്കര സ്പൈസി ആയിരുന്നു. എന്ത് നൂഡിൽസ് അത് നമ്മൾ വാങ്ങിയത് ഷെഷ്വാൻ നൂഡിൽസോ അതെന്താണെന്ന് പോലും നമുക്കറിയത്തില്ല. വെറുതെ ടേസ്റ്റ് ചെയ്ത് നോക്കാം, നല്ല അടിപൊളി സംഭവം ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഓർഡർ ചെയ്തത്. വന്നപ്പോൾ അതേ മുളക് പൊടി തൂകി ഇട്ടിരിക്കുന്നത് പോലത്തെ ഒരു നൂഡിൽസ് ആണ് കേട്ടോ വന്നത്. അതുകൊണ്ട് നമ്മളത് പാഴ്സലാക്കി എടുത്ത് കൊണ്ടുപോകാനായിട്ട്. പക്ഷേ മഷ്റൂം ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റി ആയിരുന്നു, മീൽസും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഷാരോണും ഏകദേശം എനർജറ്റിക് ആയി. അതുവരെ വാടി തളർന്നാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരുപാട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ഞാൻ മോളുടെ അടുത്ത് പറഞ്ഞു ഒന്ന് വീഡിയോ എടുത്തേക്ക്. അപ്പോൾ ഞങ്ങളും സ്വീറ്റ്സ് കഴിക്കാനായിട്ട് ചെറിയ ജിലേബി കണ്ടു കേട്ടോ. ജിലേബി കണ്ടപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് തോന്നി. അപ്പോൾ ചോദിച്ചപ്പോൾ ഒരു കുഞ്ഞു ജിലേബിക്ക് 40 രൂപയെന്ന് പറഞ്ഞു ഒരു പീസിന്. അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി നമ്മൾക്ക് ഊബർ ഓട്ടോ വിളിച്ചതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം. ഇനി നമുക്ക് സമയം വളരെ വളരെ കുറവാണ്. അതിനകം നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകണം. അങ്ങനെ പ്ലാൻ ചെയ്താണ് കേട്ടോ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ സരിത എന്തായാലും ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ നടക്കുവാണ് കേട്ടോ. ഈ നടന്നു പോകുന്നതിൻ്റെ ഇടത് സൈഡിലായിട്ടും അതായത് ഈ പാലത്തിൻ്റെ താഴെ സൈഡിലായിട്ടും ഒക്കെ ഒരുപാട് സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഷാരൻ ചോദിച്ചു, അമ്മ ഞാൻ കുറച്ച് കീ ചെയിൻ വാങ്ങിച്ചോട്ടെ, ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പൊയ്ക്ക്. അങ്ങനെ മോൾ അറിയാതെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൈസ അവളുടെ കയ്യിൽ ബാഗിൽ വെക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് പോയിട്ട് പുള്ളിക്കാരനായിട്ട് സംസാരിച്ച് അവൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുവാണ് കേട്ടോ. ഞാൻ വീഡിയോയിൽ കാണുന്ന മനസ്സിലായപ്പോൾ കുഞ്ഞിന് നാണായി കേട്ടോ. അപ്പോൾ മോൾ എനിക്കൊരു സർപ്രൈസും കൂടെ ആ ഒരു സമയത്ത് തന്നിട്ടുണ്ടായിരുന്നു. അവൾ വാങ്ങിയ ഒരു കീ ചെയിനിൽ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് അറിഞ്ഞില്ല. അവസാനം മോൾ എന്തൊക്കെയാണ് വാങ്ങിയത് എന്ന് നോക്കുന്ന സമയത്താണ് ഞാനിത് കാണുന്നത്. അങ്ങനെ ഒരു സർപ്രൈസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ബാഗൊക്കെ വീട്ടിൽ വെച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോയത് റിവർ വ്യൂ റോഡിലേക്കാണ് കേട്ടോ. സരിത എന്നും കുഞ്ഞിനെ ട്യൂഷന് വിട്ടതിന് ശേഷം ഈവനിങ് വാക്കിന് വേണ്ടി വരുന്ന സ്ഥലമാണ് കേട്ടോ. ഒരുപാട് പേര് ഈ ഒരു സമയത്ത് നടക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. രണ്ട് സൈഡിലും മരങ്ങളും പിന്നെ ഒരു സൈഡിൽ റിവറുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഒരു മിലിറ്ററി ക്യാമ്പിലാണ് കേട്ടോ. പക്ഷേ ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. ലാസ്റ്റ് എത്തുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഗേറ്റ് കടന്ന് കുറച്ചും കൂടി നടക്കാം. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള പെർമിഷൻ ആർക്കും ഇല്ല കേട്ടോ. പിന്നെ സൈനിക സ്കൂളും അവരുടേതായ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടുത്തെ ആൾക്കാർ മാത്രമാണ് കേട്ടോ അവിടെ ഉള്ളത്. പക്ഷേ നമുക്കിങ്ങനെ മേലെ നിന്ന് കാണാൻ പറ്റും, ആ ഒരു റോഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവിടെ നിന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം സരിത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഡാൻസ് കളിക്കണമെങ്കിൽ കളിക്കാം, കാരണം ഇങ്ങനെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് ഡാൻസ് റീൽസ് ഒക്കെ നിനക്ക് എടുക്കാം. അങ്ങനെ അതിനുവേണ്ടി പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പോയത്. അപ്പോൾ പോകുന്ന സമയത്ത് ഇതുപോലെ സ്നേക്സ് ഉണ്ടെന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നു. അതുപോലെ ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടായിരുന്നു. ഈ ഒരു വഴി നല്ല വഴിയായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പോയ സമയത്ത് അത്യാവശ്യം നല്ല കുണ്ടും കുഴിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സരിത പറഞ്ഞു ഫ്ലഡ് വന്നതിന് ശേഷമാണ് റോഡൊക്കെ ഇങ്ങനെയായിട്ട് മാറിയത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സൈഡിലൊക്കെ മരത്തിൻ്റെ മുകളിൽ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഫ്ലഡ് വന്ന സമയത്ത് ഇത്രത്തോളം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വന്ന ചേഞ്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരം നടന്ന് നിന്നു കേട്ടോ. കാരണം കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അടുത്ത സ്ഥലം നമ്മൾ പോയത് സെൻറ്റ് തോമസ് മൗണ്ട് ചർച്ചിലേക്കാണ് കേട്ടോ. കാരണം ഇതും കൂടിയൊക്കെയാണ്. കാരണം സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 12:45 നമുക്ക് റിട്ടേൺ ഫ്ലൈറ്റ്. അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് എവിടേക്ക് അടുത്തടുത്ത് പോകാൻ പറ്റും അവിടെ എല്ലാം പോകാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ നടക്കുന്നത്. ഈ ഒരു ചർച്ച് പ്ലേസിൽ നിന്നാൽ തന്നെ നമുക്ക് ചെന്നൈ സിറ്റി കംപ്ലീറ്റ് കാണാൻ പറ്റുമെന്ന് സരിത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൈറ്റ് വ്യൂ ആണ് നല്ല രസമെന്ന് പറഞ്ഞു. നമ്മൾ ചെന്ന സമയത്ത് പ്രെയർ ടൈം ആയിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ചർച്ചിനകത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചുറ്റുവട്ടത്തൊക്കെ ഇങ്ങനെ കറങ്ങി അവിടേക്ക് ഇങ്ങനെ കാണാനായിട്ട് കുറേ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ ഒരു പ്ലേസിൽ നിന്നാൽ നമുക്ക് ചെന്നൈ സിറ്റി നല്ല ഭംഗിയായിട്ട് കംപ്ലീറ്റ് കാണാൻ പറ്റുമെന്ന് സരിത നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വന്ന സമയത്ത് ആ ഒരു സ്പോട്ടില്ല, ആ ഒരു എക്സാക്ട് സ്പോട്ടിൽ നിൽക്കുമ്പോഴാണ് നല്ലൊരു വ്യൂ കിട്ടുന്നത്. ആ ഒരു സ്ഥലത്ത് എന്തോ ഒരു മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് ചെറുതായിട്ട് ആ ഒരു വ്യൂ ഒന്ന് കണ്ടു. മൊത്തത്തിലുള്ള വ്യൂ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മുകളിൽ മൗണ്ടൈൻ അല്ലേ, അതിൻ്റെ മുകളിൽ നിന്നപ്പോൾ കാണാൻ പറ്റി, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ലാതെ തന്നെ പള്ളിയുടേതായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ഫ്രഷ്
ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പിന്നെ പോയത് മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. കാരണം മെട്രോ വഴി നമുക്ക് എന്താ പറയുക എയർപോർട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ വന്നതിന് ശേഷം ഇതുവരെ മെട്രോയിലൊന്നും കയറിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ ഞാൻ എൻ്റെ ലൈഫിൽ മെട്രോയിൽ കയറിയത് ഞാൻ കുവൈറ്റിൽ നിന്ന് ടർക്കിയിലേക്ക് ഒരു 1 വീക്ക് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ മെട്രോയിലും ട്രാമിലും ഒക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെന്നൈയിൽ വന്നിട്ട് ഞാൻ അങ്ങനെ വീണ്ടും മെട്രോയിലേക്ക് കയറുകയാണ്. ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. നമ്മുടെ പ്ലാനിങ് എന്തായിരുന്നു എന്ന് വെച്ചാൽ 11 മണിയാകുമ്പോൾ നമുക്ക് എയർപോർട്ടിലേക്ക് കയറാം. അതുവരേക്കും എയർപോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു എയ്റോ ഹബ് ഈസ്റ്റ് മോൾ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് മോൾ ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയെന്നാണ് സരിതയൊക്കെ പറഞ്ഞത്. അവരും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ എങ്കിൽ നമുക്ക് അതുവരേക്കും നമുക്ക് ആ മോളിനകത്ത് സ്പെൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ് 11 മണിയാകുമ്പോൾ എയർപോർട്ടിനകത്തേക്ക് കയറാം. സോ ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മളിപ്പോൾ മെട്രോയിലേക്ക് കയറുന്നത്. ഞങ്ങളിതേ ഷോപ്പിംഗ് മോളിന് അകത്തെത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളും ക്ലോസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏകദേശം സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതിനേക്കാളും ഞങ്ങളുടെ ലഗേജിൻ്റെ വെയിറ്റ് ഒക്കെ കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയത്തില്ല, ഭയങ്കര ലഗേജിന് അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഷാരോണിൻ്റെ ബാഗ് ഓക്കെ ആയിരുന്നു. കാരണം അവൾ സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്കൂൾ ബാഗാണ് കേട്ടോ എടുത്തിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബാഗ് ഓക്കെ ആയിരുന്നു, വലിയ കുഴപ്പമില്ല. പക്ഷേ ഞാൻ കൊണ്ടുപോയ ബാഗിനായിരുന്നു പ്രശ്നം. അത് കുറച്ച് ഹാർഡായിരുന്നു കേട്ടോ. ഈ ഒരു ബാഗായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ബാഗ് തോളിലിട്ട സമയത്ത് ഷാറൂൻ്റെ കഴുത്ത് ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഉളുക്ക് വന്നു. അപ്പം അപ്പോഴേ കുഞ്ഞ് പറയുന്നുണ്ടായിരുന്നു, അമ്മ എനിക്ക് വല്ലാണ്ട് വേദനയുണ്ടെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കിത് ലഗേജിലിട്ടാൽ നമ്മൾ പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോയിട്ട് ലഗേജ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് അതുവരേക്കും ആ ഒരു ചെക്കിങ് കഴിയുന്നത് വരെ മോൾ എന്തായാലും ഒത്തിരി വെയിറ്റ് ആണ് എന്നുള്ള രീതിയിൽ നിൽക്കണ്ട, അതുവരെ കുഞ്ഞൊന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആണ് കേട്ടോ ഞങ്ങൾ വന്നത്. പക്ഷേ ഞങ്ങൾ വീടെത്തിയ സമയത്തേക്കും കുഞ്ഞിൻ്റെ തോള് നല്ല വേദനയൊക്കെയായിട്ട് അവസാനം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും മെഡിസിനും ഒക്കെ എടുക്കേണ്ടുന്ന ഒരു അവസ്ഥ വന്നു കേട്ടോ. കാരണം ചെറിയൊരു നീരും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഒരു വെയിറ്റ് ഇട്ട സമയത്ത് എന്തോ പറ്റിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇങ്ങനെ കുറേ കറങ്ങി നടന്നു. ആ ഒരു ഷോപ്പിംഗ് മോളിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സ്ഥലം, എനിക്കെന്ന് മാത്രമല്ല നമ്മൾ വന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഫുഡ് കോർട്ട് ഏരിയ ആണ് കേട്ടോ. കാരണം ഏറ്റവും ടോപ്പിലത്തെ ഫ്ലോറിൽ കേട്ടോ നല്ല ഗ്രീനറി ആയിട്ട് കുറേ ഡെക്കറേഷൻസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെയേഴ്സും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ സമയം 11 മണിയാവുന്നത് വരെ ഞങ്ങൾ ഷോപ്പിംഗ് മോളിനകത്ത് അവിടെ എവിടേക്ക് ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് വായി നോക്കി നടന്നിട്ട്, വായി നോക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഷോപ്സ് ഒക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണല്ലോ. പിന്നെ തെന്നിയും തെളിച്ചൊക്കെ കുറച്ച് ആൾക്കാർ അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് നടന്നു പോകാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ളൊരു ബ്രിഡ്ജ് പോലൊരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷോപ്പിംഗ് മോളിൽ നിന്ന് നടന്നിറങ്ങിയത് ടെർമിനൽ 2 ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പോകേണ്ടിയിരുന്നത് ഡൊമസ്റ്റിക് എയർപോർട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ടെർമിനൽ 4ലേക്കായിരുന്നു. അപ്പോൾ അതുവരേക്കും നമുക്ക് ബാഗേജ് എടുത്തുകൊണ്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ട്രോളി യൂസ് ചെയ്ത് കുറച്ച് ദൂരത്തേക്ക്, കാരണം ഒരുപാട് അതായത് ഡൊമസ്റ്റിക് വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. കാരണം ആ ട്രോളീസ് ഇന്റർനാഷണൽ പാസഞ്ചേഴ്സിന് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്കിങ് കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അപ്പോൾ സരിതയ്ക്കും ഫാമിലിക്കും ഒരുപാട് താങ്ക്സ്. അന്നത്തെ ഡേ ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവൾ. ആ 15 വർഷത്തെ ഒരു ഗ്യാപ്പ് നമുക്കിടയിൽ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തതേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എങ്ങനെയാണ് അതേ ഒരു മനസ്സ് തന്നെയായിരുന്നു നമുക്ക് 2 പേർക്കും.
അങ്ങനെ ഞങ്ങളുടെ ചെന്നൈ വിശേഷങ്ങളൊക്കെ ഇവിടെ കഴിയുവാണ് കേട്ടോ. ഞങ്ങൾ ഒരു ദിവസം മാത്രമേ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ, പക്ഷേ ഞങ്ങൾക്ക് ഒരാഴ്ച സ്പെൻഡ് ചെയ്തതുപോലുള്ള ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. മാത്രമല്ല അടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.